ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സിലേപ്പിയ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആട്ടോ. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാം. നല്ല ടേസ്റ്റാണ്, നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി സിലേപ്പിയ പൊള്ളിച്ചത് കേട്ടോ. ഇതുവരെ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ അതിനായിട്ടൊരു 1/2 കിലോ അളവിൽ സിലേപ്പി എടുത്തിട്ടുണ്ട്. ഒരു മീൻ 1/4 കിലോ കേട്ടോ, അങ്ങനെ 2 മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ചുണ്ടുവശമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചെകിളൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കളഞ്ഞ് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ വേണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഞാൻ ഇത് രണ്ടും ഒന്ന് കറക്റ്റാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. നല്ല അടുപ്പിച്ച് വേണം വരയ്ക്കാനായിട്ട്, നല്ല താഴ്ത്തിയും വരയ്ക്കണം. അപ്പോഴാണ് നല്ല പോലെ മസാലയൊക്കെ പിടിച്ച് വരുള്ളൂ നമ്മുടെ മീനിൽ. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വെള്ളം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇനി ഓരോരോ മീൻ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. മീനിൻ്റെ എല്ലാ വശത്തും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനായതുകൊണ്ട് നല്ല പോലെ മസാല ആവശ്യമായിട്ടുണ്ടാവും കേട്ടോ. ഇതുപോലെ എല്ലാ വശത്തും നമുക്ക് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഞാനിത് 2 വശം ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി മസാലയൊക്കെ തേച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ 2 മീനും ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാന് വെച്ചിട്ട് 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായി ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഓരോരോ മീനുകളായിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. സിമ്മിൽ വെച്ച് തന്നെ വേണം വേവിക്കാനായിട്ട്. നല്ല പോലെ ദശക്കട്ടിയുള്ള മീനാണ്, അതുകൊണ്ട് ഫുള്ളിൽ വെച്ചാൽ പുറം വശം നല്ല പോലെ കരിഞ്ഞു പോകും, ഉൾവശം വെന്തും കിട്ടില്ല. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് നല്ല പോലെ സിമ്മിൽ വെച്ച് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല പോലെ മുരിഞ്ഞ് വരണ്ട, അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ. സിമ്മിൽ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് എല്ലാ വശവും വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഏകദേശം നല്ല പോലെ ഫ്രൈ ആയിട്ടൊരു ഗോൾഡൻ കളറിലാവണം. നമ്മുടെ ഈ ഒരു തലൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ കറമുറാന്ന് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് തലയോടുകൂടി നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഇനി അതേ എണ്ണ തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും ഒരു 10 ചെറിയ ഉള്ളി കട്ട് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളി കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഉള്ളിയൊക്കെ നല്ല പോലെ വഴണ്ട് വരേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് കുക്കായാൽ മതി കേട്ടോ. ആ സമയമാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ അളവിൽ മുളക് പൊടി അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒരു 5 മിനിറ്റ് വെച്ച് ആ പൊടികളുടെ പച്ചമണമൊക്കെ പോകുന്നവരെ വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു വാഴയിലേക്ക് വെച്ച് കൊടുക്കാം. വാഴയില നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പൊതിയുമ്പോൾ മുറിഞ്ഞു പോകും. ഇതുപോലെ പരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു മീൻ കൂടെ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്കും ബാക്കി നമ്മുടെ മസാല ഒന്ന് വെച്ച് കൊടുക്കാം. കേട്ടോ, മസാല എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റും നല്ല മണമായിരിക്കും നമ്മുടെ ഒരു സിലേപ്പിയ പൊള്ളിച്ചതിന് കേട്ടോ. വെളിച്ചെണ്ണയിലൊക്കെ ആയതുകൊണ്ടും നമ്മുടെ വാഴയിലയുടെ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ലൊരു രുചിയായിരിക്കും. ഇനി നമുക്കിതൊന്ന് പതുക്കെ പൊതിഞ്ഞ് കൊടുക്കാം കേട്ടോ. 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ബാക്കി 2 വശവും കൂടെ ഒന്ന് പൊതിഞ്ഞ് നമുക്ക് വാഴയുടെ നാര് വെച്ച് തന്നെ ഒന്ന് കെട്ടിയിട്ട് പൊള്ളിച്ചെടുക്കാം കേട്ടോ.
ഞാനിതാ 2 മീനും ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ ഓരോരോ മീനുകളായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലപോലെ വാഴയിലയുടെ ആ മണമൊക്കെ ആ മീനിലൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് വരുള്ളൂ. അതുകൊണ്ട് അടച്ച് വെച്ച് തന്നെ വേവിക്കുക. ഒരു വശം ഏകദേശം ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയും ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. നമ്മുടെ മീനൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി സിലേപ്പിയ പൊള്ളിച്ചത്. നല്ല രുചിയാണ്, നല്ല സോഫ്റ്റായിട്ടും ഇരിക്കുന്നുണ്ടാവുക. നല്ലൊരു മണം വരുന്നുണ്ട്. ആ വെളിച്ചെണ്ണയുടെയും ആ വാഴയിലയുടെയൊക്കെ മണം വന്നിട്ട് നല്ല ടേസ്റ്റായിട്ടോ ഈ ഒരു മീനിന്. കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ചൂടോടുകൂടി തന്നെ കഴിക്കണം, നല്ല രുചിയാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതാണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി സിലേപ്പിയ പൊള്ളിച്ചത് കേട്ടോ. നമുക്കിത് വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല രുചിയാണ്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.